അവന്റെ കാലിന് സ്വാധീനം തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിന്റെ മനസ്സ് മാറും. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നീ അവനെ കെട്ടിയിട്ടങ്ങ് കളഞ്ഞേക്ക്. അങ്ങനെ കളയുമ്പോ അവന്റെ പേരിലുള്ളതെല്ലാം നിന്റെ പേരിലായിരിക്കണം. എന്തായാലുവേ അവനൊരു ദാമ്പത്യ ജീവിതം ഒന്നും നയിക്കാൻ പറ്റില്ല. പേരിനൊരു ഭാര്യയായിട്ട് താലി കെട്ടി അവന്റെ കൂടെ കഴിയണം. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരുത്തി മിടുക്ക് കാട്ടിയത് കണ്ടോ? അതുപോലെ മോളും ഉള്ളതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവനെ കളഞ്ഞിട്ടൊരു പോക്കങ്ങ് പോവണം. ഇനി എനിക്കൊന്നും പറഞ്ഞു തരണ്ട അപ്പച്ചി. എല്ലാം ഞാൻ കണ്ടറിഞ്ഞു ചെയ്തോളാം. മോളെ, അവന്റെ നിഴലായിട്ട് നിന്നോളണം. അവന്റെ കൂടെ നീ എപ്പോഴും വേണം. മോളെ, ദൈവം നമുക്ക് ഓരോരോ അവസരങ്ങൾ തുറന്നു തരുമ്പോ ആ അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇതവനെ ഇഷ്ടപ്പെട്ട ജ്യൂസാ. ഫ്രൂട്ട്സും സ്വീറ്റും ഒക്കെ കൃത്യമായിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ കൊടുക്കുമ്പോ മോളാണിത് ഉണ്ടാക്കിയതെന്ന് പറയാൻ മറക്കണ്ട. ശരി അപ്പച്ചി. നീ പോയില്ലായിരുന്നോ? ഇവിടെയെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കല്ലേ കണ്ണേട്ടാ. അപ്പോ പെട്ടെന്നങ്ങ് ഓടിപ്പോകുന്നത് ശരിയാണോ? ഇത് കുടിക്ക്. ഞാനുണ്ടാക്കിയ ജ്യൂസാ. നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ കണ്ണേട്ടാ? ഇപ്പൊ എനിക്ക് അത്യാവശ്യം എല്ലാം ഉണ്ടാക്കാൻ അറിയാം. നന്നായി. അപ്പൊ പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്നവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇനിയിപ്പോ എന്നെ കൊല്ലാനും തളർത്തി കിടത്താനും ശ്രമിക്കില്ല എന്ന് കരുതാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ പഴച്ചാറ് മാത്രമല്ലേ ഉള്ളൂ? അതെ. അല്ല കണ്ണേട്ടാ, കണ്ണേട്ടന്റെ വലത് കാൽവിരലിനൊപ്പം ഇടത് കാൽവിരലും ചലിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒന്ന് കാട്ടിയേ. കാൽപാദവും ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലേ? കാൽപാദം ശരിക്കങ്ങോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കാൽവിരലുകൾ ചലിക്കുന്നുണ്ട് നന്നായിട്ട്. പ്രതീക്ഷയുണ്ടല്ലേ എത്രയും പെട്ടെന്ന് എഴുന്നിട്ട് നടക്കാൻ പറ്റുമെന്ന്? അങ്ങനെയാ തോമസ് സാർ പറയുന്നത്. എങ്കിലും ഒരു 10% ചാൻസ് ഇപ്പോഴും ഉള്ളൂ. 10% അല്ല കണ്ണേട്ടാ, ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കണ്ണേട്ടന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് 10 എന്നുള്ളത് 100% ആവും. നിന്റെ നാവ് പൊന്നാവട്ടെ. ഇനിയിപ്പോ കണ്ണേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇവിടെ ഉണ്ടാവും. മനസമാധാനം മൊത്തം അവര് കളഞ്ഞില്ലേ? അതുകൊണ്ടിപ്പോ കണ്ണേട്ടനോട് മിണ്ടാനും പറയാനും ഒക്കെ ആരെങ്കിലും എപ്പോഴും അടുത്തു വേണം. പറയുമ്പോ ഒന്നും തോന്നരുത് കണ്ണേട്ട. ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതുവരെ സ്നേഹിച്ചവരെല്ലാം പാടെ തള്ളി കളയരുത് കണ്ണേട്ട. അങ്ങനെ തള്ളിക്കളഞ്ഞതിന്റെ ഫലം എനിക്ക് കിട്ടി. വിഷപ്പാമ്പെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ തനി രാജവെമ്പാലയാ. വിഷപ്പാമ്പുകളെ തിരിച്ചറിഞ്ഞവനാടി ഞാൻ. പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പോ ഒന്നും ആലോചിക്കേണ്ട കണ്ണേട്ട. ജീവിതത്തില് കണ്ണേട്ടന് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എനിക്കൊരു കല്യാണം വേണ്ടാന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞതാ. എന്നിട്ട് നിന്റെ അച്ഛനാ ഈ ബന്ധം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? അച്ഛനും കണ്ണേട്ടനെ പോലെ വീൽ ചെയറിലല്ലേ സഞ്ചരിക്കുന്നത്. നിന്റെ അച്ഛന് പുരോഗതിയുണ്ടോ? ഇപ്പൊ 1-2 തവണയൊക്കെ ആയിട്ട് കൈയെ പിടിച്ചെഴുന്നേറ്റായിരുന്നു. പക്ഷേ നടക്കാനൊന്നും പറ്റുന്നില്ല. അത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ.
തോമസ് സാറിന്റെ ചികിത്സയല്ലേ ഇപ്പോഴും? ആ അങ്ങനെ കിടന്ന് ചികിത്സിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മരുന്നാ കഴിക്കുന്നത്. പുരോഗതി ഉണ്ടെങ്കിൽ അത് വീണ്ടും കഴിക്കണം. തോമസ് സാറ് ഒരു സിദ്ധനാ. അതുകൊണ്ട് എന്നെക്കാളും അമ്മാവൻ മെച്ചപ്പെട്ട സ്ഥിതിക്ക് ഇനി ചിലപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞേക്കും. കണ്ണേട്ടൻ ഇനി തോമസ് സാറിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഞാനും കൂട്ടിന് വന്നോളാം കേട്ടോ. അയ്യോ, അത് സ്വാതിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടും ആവില്ല. ഇനി കണ്ണേട്ടൻ ഫൈനാൻസിയേഴ്സിലേക്ക് പോകുമ്പോഴും തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കണ്ണേട്ടന്റെ ഒപ്പം വരണമെന്ന എന്റെ ആഗ്രഹം. ഇവള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നേ. അതിന് കണ്ണേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് നിനക്ക് ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. അയ്യടാ, മഹി എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവൾക്ക് എന്നെ പുച്ഛമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവളെ ഞാനൊരു പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ നീ എത്ര കിടന്ന് അഭിനയിച്ചാലും മറ്റുള്ളവർ നിന്നെ അഭിനയിപ്പിച്ചാലും ഫലം ഒന്നും ഉണ്ടാവില്ലടി. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ മേഘൻ അവന്റെ സഹോദരിയെ അവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്തതാ. കണ്ണന്റെ ഇടതുകാലി ചലിച്ചല്ലോ. ഇനിയിപ്പോ അവൻ എഴുന്നേറ്റ് നടന്ന എല്ലാ അർത്ഥത്തിലും അവനാണ് ഭർത്താവെന്ന് മേഘന്റെ പെങ്ങൾക്ക് അഭിമാനത്തോടെ പറയാലോ. മഹിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു അവൾക്ക് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് പോവാനായിട്ട്. അന്നൊക്കെ പലരും അതിനെപ്പറ്റി പറഞ്ഞതാ. സ്വത്തുമോഹിയായ കണ്ണേട്ടന്റെ രണ്ടാം അമ്മയും അമ്മാവനും ഒക്കെ. അന്നൊന്നും വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ സ്വാതിക്ക് വേണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അതൊക്കെ മറന്നിട്ട് ഇനി കണ്ണേട്ടനും മഹിയും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇടിച്ചു കയറിയിരിക്കുക കമലേശ്വരത്തേക്ക്. അതില് മഹിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവളെന്നല്ല, ഇനി ഏത് പെണ്ണ് വിചാരിച്ചാലും കണ്ണേട്ടന്റെ മനസ്സിലുള്ള എന്റെ സ്ഥാനം മാറ്റി പ്രതിഷ്ഠിക്കാനൊന്നും പറ്റില്ല. ആ ബോധം ഉള്ളിടത്തോളം കാലം കണ്ണേട്ടന്റെ അടുത്തേക്ക് ഏത് സുന്ദരി വന്നാലും എനിക്ക് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും കണ്ണേട്ടൻ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യില്ല. അവൻ മഹിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്വാതിര ആലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവൻ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവളെ അവനൊരു പെങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ. അത് മനസ്സിലാക്കാതെയാ പുതിയ പദ്ധതിയായിട്ട് മേഘൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സ്വാതിയുടെ കല്യാണത്തിന് സഹായിക്കണമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഈ ഒരു അതിബുദ്ധി കാരണം ഇനി അതും കൂടി നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. സ്വാതിയുടെ കല്യാണത്തിന് എന്തായാലും കണ്ണേട്ടന്റെ സഹായം ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോ നല്ലൊരു ബന്ധം അവക്ക് വേണ്ടി കണ്ടുപിടിച്ച് നല്ലൊരു കുടുംബജീവിതം അവക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. അതിനു പകരം വളഞ്ഞ വഴി നോക്കുക സ്വത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടാണ് കണ്ണൻ മഹിയുടെയും കൂടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത്. ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോ എനിക്കൊരു സംശയമുണ്ട്. മഹി കണ്ണന്റെ അച്ഛനെ കൊന്നതാണോന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് അനന്തേട്ടൻ എന്നോട് പറയാറുണ്ട്. വക്കീലല്ലേ, അപ്പോ വക്കീലിന്റെ ബുദ്ധി ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. വേറൊന്നും കൊണ്ടല്ല ഞാനങ്ങനെ പറഞ്ഞത്. അന്നത്തെ ആ ആക്സിഡന്റിന് ശേഷം ആ ലോറി ആരും കണ്ടിട്ടില്ല. പോലീസ് അന്വേഷിച്ചിട്ടും ആ ബുള്ളറ്റിനെ ഇടിച്ചു തെറിപ്പിച്ച ആ ലോറി ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല. ആ ആക്സിഡന്റ് കണ്ണനെ ഈ പരുവത്തിലാക്കിയത് അവന്റെ അമ്മാവന്റെ സംഭാവനയാണോന്ന് എനിക്ക് സംശയമില്ലാതില്ല. അന്ന് കണ്ണന്റെ അച്ഛന്റെ ഓളിനോളായിരുന്നു വാമദേവൻ എന്ന അവന്റെ അമ്മാവൻ. അയാളാണ് കണ്ണന്റെ അമ്മ മരിച്ചപ്പോ തന്നെ സ്വന്തം പെങ്ങളെ കണ്ണന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെച്ചത്.
കണ്ണനെ നോക്കാനെന്ന വ്യാജന. കണ്ണന്റെ അച്ഛനും കണ്ണനും പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിന്റെ അവകാശി സ്വന്തം പെങ്ങളായി മാറുമല്ലോ. അതിനുവേണ്ടി അച്ഛനൊപ്പം കണ്ണൻ ബുള്ളറ്റിൽ യാത്ര ചെയ്തപ്പോ ലോറി കൊണ്ടുപോയി തട്ടിച്ചതാണെന്നും പറയാൻ പറ്റില്ല. പിന്നീടുള്ള ഓരോ സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോ അതിനുള്ള സാധ്യത കൂടുതലാ മഹി. പക്ഷേ നമുക്കതേ പറ്റിയൊന്നും അറിയില്ലല്ലോ ലേഖേ. പിന്നെ നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാളിപ്പോ വീൽ ചെയറിലായതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അനന്തരവും നടന്നു തുടങ്ങിയപ്പോ അമ്മ അവന് നടക്കാൻ പറ്റാതായി. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെന്ത് ചെയ്താലും അതിനുള്ള തിരിച്ചടി ഇരട്ടിയായിട്ട് കിട്ടും മഹി. അത് തെറ്റ് ചെയ്യുന്നവർക്കേ പെട്ടെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച മുഹൂർത്തം അവളായിട്ട് തന്നെ ഉണ്ടാക്കി തന്നടാ മഹാലക്ഷ്മി. അങ്ങളെ, ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തതാണെന്ന് കണ്ണനെ ബോധിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ആ കുടുംബത്തിലോട്ട് എനിക്ക് പോവാൻ പറ്റാണ്ടായത്. എന്നിട്ടിപ്പോ എന്തായി അങ്ങളെ? വല്ലവന്റെയും കുഞ്ഞിനെയും പേറിക്കൊണ്ട് അവൾക്ക് നടക്കേണ്ടി വന്നില്ലേ? അതോടെ കണ്ണന്റെ മനസ്സിലെ പരിശുദ്ധയായ ഭാര്യ പാപം ചെയ്ത ഭാര്യ ആയില്ലേ? ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ അവളുടെ മരണം കണ്ണൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. സ്വത്തിന്റെ പകുതിയും അവളുടെ പേരിലാ. അത് കണ്ണന്റെ പേരിലാവാൻ അവളെ ഒഴിവാക്കിയേ പറ്റൂ അങ്കളെ. അങ്ങനെങ്കിൽ കണ്ണന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ഇനി കണ്ണന്റെ മനസ്സ് മാറില്ല. അവനെ അങ്കിളിന് അറിയാത്തതുകൊണ്ടാ. വഴിതെറ്റി നടക്കുന്ന ആണിനെയും പെണ്ണിനെയും അവൻ ഒരിക്കലും സ്നേഹിക്കില്ല. ഓർമ്മ വെച്ച കാലം മുതലേ അവൻ അറിഞ്ഞവനായി ഈ ഞാൻ. അങ്ങനെങ്കിൽ ലക്ഷ്മിയെ ഇല്ലാതാക്കിയിട്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ കണ്ണനെ കൊണ്ട് നിന്റെ പെങ്ങടെ കഴുത്തിൽ താലി കെട്ടിക്കണം. പിന്നെ നമുക്ക് ആർക്കും ഒരു ടെൻഷനും ഇല്ല. ലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞെ കണ്ണൻ മഹാലക്ഷ്മിക്ക് കൊടുത്ത സ്വത്തിന്റെ അവകാശിയാ. ആ വഴിക്കൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ടെങ്കിലേ. ഇപ്പോഴവൾ അനന്തുവിന്റെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക. എടാ, കണ്ണന്റെ അടുത്ത സുഹൃത്തല്ലേ അനന്തു? അവനും അവന്റെ ഭാര്യയും കണ്ണനെ വഞ്ചിച്ച ഒരുത്തിയെ എന്തുകൊണ്ടാണ് അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലോടാ. അവിടാണ് അനന്തുവാണോ ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് സംശയിക്കുന്നത്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കണ്ണന്റെ ചങ്കല്ലേ അനന്തു? എന്നിട്ട് കണ്ണന്റെ ചങ്കിനിട്ട് കുത്തിയ അവളെ അവനും അവന്റെ ഭാര്യയെ സംരക്ഷിക്കൂടാ. അനന്തും ലേഖയൊക്കെ കണ്ണന്റെ ബലമായിരുന്നു. ഇപ്പൊ എല്ലാവരും തമ്മിൽ തെറ്റിയങ്ങളെ. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും ഇപ്പൊ എല്ലാം നമുക്ക് അനുകൂലമായി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊ മെല്ലെ പോകുന്ന പ്രശ്നം ഇല്ലങ്ങളെ. ഇന്നലെ വരെ മഹാലക്ഷ്മിയെ സ്നേഹിച്ചവൻ, അവളെ ജീവനായി കരുതിയവൻ, ഇന്ന് നമ്മളെ പോലെ തന്നെ അവളുടെ മരണം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും രണ്ടു തട്ടിലായ ഈ സമയത്ത് നമുക്കെന്തേലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വന്ന ഞാൻ അങ്കിളിനെ വിളിക്കും. ശരിയടാ മോനെ. മരുമോനോടൊപ്പം എന്റെ മോള് പോയപ്പോ തന്നെ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ആശ്വാസമായിടാ. കുറെ നാളുകൾക്ക് ശേഷമാ എന്റെ മോളുടെ ചിരിച്ച മുഖം ഞാൻ കാണുന്നേ. ഇനി ആ ചിരി മായരുത്. അതുപോലെ തന്നെ നിന്റെ പെങ്ങളല്ലാതെ ഇനി ഒരാളും കണ്ണന്റെ ഭാര്യയായിട്ട് വരികയും ചെയ്യരുത്. ഒരിക്കലൊരു അബദ്ധം പറ്റിയെങ്കിലേ, എന്റെ പെങ്ങളെ അവൻ കെട്ടിയില്ലെങ്കിൽ
അവന്റെ മരണം വരെ ഇനി അവന് ദാമ്പത്യം ഉണ്ടാവില്ല. പിന്നെ ആ പഴയ അബദ്ധം അതിനി ആവർത്തിക്കത്തില്ല. ഓക്കെടാ. നിക്കടി അവിടെ. അവിടെ നിക്ക്, അവിടെ നിക്ക്. നീ വീടിന്റെ പടി ചവിട്ടി പോവരുത്, നാണം കെട്ടവളെ. ഒരുത്തൻ തന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ട് അവനോട് നീ നന്ദികേട് കാണിച്ചിട്ട് എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നേ? ആരെ കാണാനാടി? എന്നെ കാണാൻ. അതെ, എന്റെ മോൾ എന്നെ കാണാൻ തന്നെയാ വന്നത്. എന്നാ ആ മോളോട് ചോദിക്കടി, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. അത് കണ്ണന്റെ കൂട്ടുകാരൻ അനന്തുവാണോ അതോ ആ മാർക്കോയാണോ? അതും ഒരു സമയത്ത് ഇവള് ചുറ്റിക്കറക്കിക്കൊണ്ട് നടന്നല്ലോ, സാഗർ എന്ന് പറഞ്ഞോർത്തന്റെ കൂടെ. ഇനി അവനാണോ? എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മോളുടെ മുഖത്ത് നോക്കി ഈ രീതിയിൽ അമ്മ സംസാരിക്കരുത്. പിന്നെ ഏത് രീതിയിലാണ് ഇവളോട് സംസാരിക്കട്ടെ? വഴിതെറ്റി നടക്കുന്ന നിന്റെ അതേ സ്വഭാവം തന്നെ ഇവളും കാണിച്ചേ. വഴിതെറ്റി നടക്കുന്നത് ഞങ്ങളാരും അല്ല, അമ്മയുടെ മോന. എടി, അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള അമ്മയാണെങ്കിൽ ദേ ഇവൾ ഇതുപോലെ ഇങ്ങോട്ട് കേറി വരുമ്പോ കരുണത്തിട്ടടിച്ചിട്ട് മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ഗേറ്റിന്റെ പുറത്തു കൊണ്ടുപോയി തള്ളും. നീ നിന്റെ മരുമോനെ വാനോളം പുകഴ്ത്തുമായിരുന്നല്ലോ. ഇവൾക്ക് കിട്ടിയ ഭാഗ്യമാണ് കണ്ണനെന്ന് നീ പറയുമായിരുന്നല്ലോ. എന്നിട്ടും ആ കണ്ണന്റെ കുഞ്ഞിനെ ആണോട് ഇവള് വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നേ? നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. കഴിയത്തില്ല. മറ്റെന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ ഒരു തെറ്റല്ല. ഇന്ന് ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിലും നാളെ അറിയേണ്ടവരൊക്കെ അറിയും. അല്ലെങ്കിൽ ഇവളുടെ ശരീരം അത് അറിയിക്കും. പ്രസവത്തോടടുക്കുമ്പോ ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. എനിക്ക് അമ്മയെ കാണണം തോന്നി, അതാ വന്നത്. അതിന് ഇങ്ങോട്ട് വരണ്ട. ഇവള് അമ്പലവാസിയാണല്ലോ, അമ്പലത്തിൽ വരുമ്പോ അവിടെ വെച്ച് കണ്ടാ മതി, അല്ലെങ്കിലേ പുറത്ത് വെച്ച് കണ്ടാ മതി. ഇനിയിപ്പൊ അതുമല്ലെങ്കിൽ നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇവളെ വിളിച്ചു വരുത്തിയാ മതി. അതല്ല, ഇവളെ എന്നും കാണണമെങ്കിൽ കൂടെ താമസിപ്പിച്ചോ, എന്നാലും വിരോധമില്ല. പക്ഷേ പേരുദോഷം കേൾപ്പിച്ച ഒരുത്തിയെ ഞങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങോട്ട് കേറി വരരുത് എന്നാണ് പറഞ്ഞത്. എടി, ഇതൊക്കെ എന്റെ കുഞ്ഞിന്റെ പ്രാക്കാടി. അതുകൊണ്ടിപ്പോ എന്തായി? അവള് മനസമാധാനത്തോടെ കമലേശ്വരത്തേക്ക് പോയി. അവളിപ്പോ ഉണ്ണിക്കുട്ടനുമായിട്ട് വലിയ ലോകത്തിലാ. എടി, അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാടി നീ ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിച്ചത്. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ അനന്തേട്ടന്റെ വീട്ടിലേക്ക് വന്നാ മതി. അല്ലെങ്കിൽ അമ്പലത്തിലോട്ട് അമ്മ പുറപ്പെടുമ്പോ അമ്മ എന്നെ വിളിച്ചാ മതി. അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. അതാ നല്ലത്. നിന്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, എന്റെ മോനും. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വരുമ്പോ നിന്നെ ഇവിടെ കേറ്റരുതെന്ന്. അത് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? എടി, നാണോ മാനോ ഉള്ളവളാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുവോ? എന്നാലും വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പാവത്തിന് നീ ഈ രീതിയിൽ കൊല്ലാക്കൊല ചെയ്തല്ലോടി.
മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ഈ സംസാരത്തിനുള്ള മറുപടി അധികം വൈകാതെ മുത്തശ്ശിക്ക് കിട്ടിക്കോളും. അപ്പോ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ പോയിട്ട് വരാമേ. വേറെ ആർക്കും അറിയില്ലെങ്കിലും നിനക്കറിയായിരിക്കുമല്ലോ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ. കണ്ണന്റെ താലി അഴിച്ചു വെച്ചിട്ട് മറ്റവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കടി, എന്നിട്ട് അവന്റെ കൂടെ പോയി ജീവിക്കാൻ. അവള് വന്നിരിക്കുന്നു. എന്റെ പ്രതാപം കാണാത്ത ഇവിടെ ഭാഗ്യം, അല്ലെ ഇവിടെ ഒന്നിവിടെ കുഴിച്ചു പോയി. തെറ്റൊന്നും ചെയ്യാതെ ഇതൊക്കെ മോൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ മോളെ. സാരല്ലമ്മേ, അവരൊക്കെ ഈ രീതിയിൽ സംസാരിക്കുമ്പോ നമ്മൾ സമനില നഷ്ടപ്പെട്ടിട്ട് സത്യം വിളിച്ചു പറഞ്ഞ അതുകൊണ്ട് നമുക്ക് തന്നെയാ നഷ്ടം. ഇപ്പൊ എന്നെ പൊന്നു പോലെ നോക്കാൻ ലേഖയുണ്ട്. എന്ത് സഹായത്തിനും അനന്തവേട്ടനും ഉണ്ട്. പ്രസവം വരെ ഇങ്ങനെ പോട്ടമ്മേ. പിന്നെ ഇടയ്ക്കമ്മ വരുമല്ലോ അങ്ങോട്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഏറ്റവും സേഫായ സ്ഥലത്ത് തന്നെയാ ഞാനിപ്പോ നിൽക്കുന്നത്. കുഞ്ഞിന്റെ ജനനം വരെ ആ രീതിയിൽ പോയാ മതി അമ്മേ.